ആളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചാനലിന്റെ ആൾക്കാരാണ്, ഞാൻ റിസ്ക് എടുക്കുന്നില്ല. മീന് വൈകുന്നേരം വീഡിയോ ഉണ്ട്. പക്ഷെ നിങ്ങളങ്ങനെയല്ല, ഫുൾ ടൈം ഇതിന് വേണ്ടിയിട്ട് മരിച്ച് പണിയെടുക്കുന്ന ഒരാളാണ്. അത് നയിച്ച് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എന്താവട്ടെ, അതിനുള്ള പ്രോഫിറ്റ് കിട്ടട്ടെ. പക്ഷെ ചിലൊരു അഭിപ്രായം എന്താണ് അറിയടപ്പോ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഒരു അഭിപ്രായം. ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും നന്ദമോളും കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ പോവാട്ടോ. നന്ദമോൾക്ക് ഒരാഴ്ചയായിട്ട് പല്ലുവേദന തുടങ്ങിയിട്ട് ഭയങ്കര പല്ലുവേദന. നന്ദമോൾക്കും അബിക്കും ചെറുപ്പം മുതലേ പല്ലുവേദന ഉണ്ട്. അപ്പോൾ അതിന് ചികിത്സകളൊക്കെ ചെറുപ്പം മുതലേ ഉണ്ട്. പല്ല് ക്ലീൻ ചെയ്യുക, അതിൻ്റെ പൊത്തടയ്ക്കുക, റൂട്ട് കനാൽ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് ചെറുപ്പം മുതലേ ഉള്ള ഞങ്ങളൊരു യാത്ര, ഇവരെ പല്ലിൻ്റെ കാര്യം വെച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ കൊറോണേൻ്റെ സമയത്തൊക്കെ നല്ല പല്ലുവേദന ആയ സമയത്ത് അബീൻ്റെ പല്ല് ഒരു ദിവസം കൊണ്ടുപോവുകയാണെങ്കിൽ നന്ദുവിൻ്റെ പല്ല് പിറ്റേ ദിവസം കൊണ്ടുപോകും. അങ്ങനെ എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ നന്ദമോളെ പല്ല് ആ സമയത്ത് അടച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളിവിടെ കല്ലമ്പാറയുള്ള ശിവ ഹോസ്പിറ്റലിലുള്ള പല്ല് ഡോക്ടറേനി കാണിച്ചതൊക്കെ. അപ്പോൾ അവിടെ നിന്ന് പല്ലൊക്കെ അടച്ചതേനി. പിന്നെ വലിയ കുഴപ്പമില്ലേനി, വേദനയൊന്നും ഇല്ലേനി. ഇപ്പോൾ 2-3 കൊല്ലമായിട്ട്. ഇപ്പോൾ അതാ നന്ദമോൾക്ക് ഒരാഴ്ചയായി ഭയങ്കര പല്ലുവേദന. ഊനൊക്കെ ഇവിടെ കീറിപ്പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്ക്. അപ്പോൾ ഇവിടെ മണ്ണൂർ വളവിൽ ഡോക്ടറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 12:30 ആയിന്. പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോണത്. പോയി വന്നിട്ട് വേണം കറിയൊക്കെ വെക്കാനായിട്ട്. കറിയൊന്നും വെച്ചിട്ടില്ല, ചോറൊക്കലും കാര്യങ്ങളും ചെറിയ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ പല്ലൊന്ന് പോയി കാണിച്ചിട്ട് വരാം. അപ്പോൾ അതാ ഇന്ന് പരീക്ഷയുണ്ട് ട്യൂഷൻ ക്ലാസ്സിൽ. പിന്നെ മെയിൻ പരീക്ഷ ആവാനും തുടങ്ങിയില്ലേ, +2 അല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു പല്ലൊന്ന് കൊണ്ടുപോയി കാണിക്കട്ടെ. വേറെ ഒരു ചികിത്സയ്ക്ക് നമ്മൾ പോയി കാണിക്കണ പോലെയില്ല. ഈ പല്ലിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പോയാൽ പിന്നെ ഒന്നും പറയണ്ട, പൈസ പോണ വഴി നമ്മളറിയില്ല. അത്രയും വലിയ ചികിത്സയാണല്ലോ അതിനൊക്കെ. റൂട്ട് കനാൽ എന്ന് പറയുമ്പം 3 ഘട്ടമായിട്ട് ചെയ്യേണ്ടതാണ്, നല്ല പൈസയാണ്. പക്ഷെ പോയി നോക്കട്ടെ, എന്തൊക്കെയാണ് പറയാമെന്നൊന്നും അറിയില്ല. അപ്പോൾ ആൾ ഷൂ കെട്ടുക, ചെരുപ്പ് പൊട്ടിപ്പോയി. അപ്പം എവിടെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഷൂ ഇടണം. അപ്പം എന്തായാലും ഞങ്ങളൊന്ന് പോയി വരാം. നല്ല പൊരി വെയിലാണ്. ചെരുപ്പോ? ചെരുപ്പ് അമ്മ വാങ്ങിക്കൊടുക്കാറുണ്ട് അവളെ അമ്മമ്മ, എൻ്റെ അമ്മ. അപ്പോൾ അവള് ചെരുപ്പ് ഷൂ ഒക്കെ കെട്ടട്ടെ, ഞങ്ങളൊന്ന് പോയി വരാം. വെയിൽ കൊണ്ട് എന്താ പറയാന്നൊന്നും അറിയില്ല, എന്താവാന്നൊന്നും അറിയില്ല. അമ്മ അതിൽ പൊരി വെയില. അപ്പം ഞങ്ങളൊന്ന് പോയിട്ട് വരാം അല്ലേ നന്ദുമോളെ? വാ, ബൈ പറയ്. വെള്ളം കുടിക്കാൻ പോയതാണേ, ഇപ്പം വരാം. ഇതാ അടുക്കളയിൽ. എവിടെ എന്താ വെള്ളം കുടിക്കാൻ പോയതാ. ഇപ്പം വരാട്ടാ ഗൈസ്, പോയിട്ട് വരാട്ടാ. ബാക്കി വിവരങ്ങളൊക്കെ വന്നിട്ട് പറഞ്ഞു തരാട്ടാ. പോവല്ലേ? എന്നാ വന്നിട്ട് കാണാൻ പറയേ. വന്നിട്ട് കാണാട്ടാ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നേ. അപ്പോൾ നല്ല വെയിൽ, പാടത്തേക്കൊക്കെ നോക്കിയിട്ട് നല്ല വെയിലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നന്ദുമോളും ഞാനും വരുന്നതിൻ്റെ ഇടയിൽ കൂടി അബീനെ കണ്ടിട്ടോ വഴിയിൽ വെച്ചിട്ട്. അബിക്ക് ഇതിൻ്റെ 2 ദിവസം മുന്നേ ചെറിയൊരു ഡെക്കറേഷൻ വർക്കൊക്കെ ഉണ്ട്. ഇനി പിറന്നാളിൻ്റെ ഒക്കെ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ഉണ്ടല്ലോ, അതിന് പോകലുണ്ട്. അപ്പോൾ വരുന്ന വഴിയിൽ നിന്ന് ഒരു 500 രൂപയൊക്കെ തന്നിട്ട് അമ്മേ ഓളെ ഡോക്ടറെ കാണിച്ചിട്ടോ എന്നൊക്കെ പറഞ്ഞ് തന്നാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ പൈസയൊന്നും തന്നില്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് 500 ഉറുപ്പ്യ തന്നു കേട്ടോ. അപ്പം ഞാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞേ. അച്ഛൻ പൈസ തന്നണെന്നൊക്കെ പറഞ്ഞ് വേണ്ട അമ്മ കൈ വെച്ചോ പറഞ്ഞിട്ട് കൈ വെച്ച് ബാഗിലെടുത്തിട്ടാണ്. ഇനി ഡോക്ടറെ കാണിച്ചിട്ട് വരാം. നടന്ന് മീൻകാരൻ്റെ അടുത്തെത്തി. മീൻകാരനൊന്നും പറയില്ല കേട്ടോ, നമ്മളെ ഫ്രണ്ട് ആഷിക്ക്. അല്ല ആഷിക്കേ, അപ്പം മീൻ വേണം. പക്ഷേ ഇതെന്താ സംഭവം? പുന്നാരിയോ? നമ്മളെ മലബാർ ഏരിയയിൽ പുന്നാര മീൻ എന്ന് പറയും. അടിപൊളി. അല്ല വൈറ്റ് നീറ്റാണ് കേട്ടോ. ഇതേണ്ടാ, ഇതെന്താ സാധനം? കോരല്ല, ഇതാണ് റെഡ് സ്നാപ്പർ പറയും. സ്നാപ്പർ ഇതിനൊക്കെ നല്ല വില ഉണ്ട്. ഇതൊക്കെ കിലോ 300 രൂപ, 200-300. ഇതല്ല വൈറ്റ് മീറ്റ് ആവും. നമ്മൾ പൊള്ളിക്കാന്, ഗ്രില്ല് ചെയ്യാന്, ചുടാന് ഇതിനൊക്കെ എല്ലാരും വന്ന് വാങ്ങിക്കോളി. ആഷിക്ക് ഇവിടെ നിന്നൊക്കെ ഫ്രീ തരൂട്ടാ. ആഷിക്കെ സത്യം പറഞ്ഞ പെണ്ണ് കെട്ടിച്ചു തരും മീൻ മുറിച്ച് കറിയിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ വരാം, ഞങ്ങള് ഡോക്ടറെ അടുത്ത് പോവാട്ടാ. പോയിട്ട് വരാം. പോയിട്ട് വരുമ്പോ വാങ്ങാം. ഓക്കെ. അതൊന്നും വേണ്ട, ഞങ്ങക്ക് വല്ല അയിലോ മത്തിയോ മതി. എന്നായിക്കോട്ടെ, വരാട്ടാ. ഞങ്ങള് പല്ല് ഡോക്ടറെ അടുത്ത് എത്തിയിട്ടോ. പിന്നെ മുകളിലേക്ക് കയറി പോകണം. ഡോക്ടർ ഉണ്ടോയെന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. അതുങ്ങൾക്ക് ഇപ്പോഴേ പേടിയൊക്കെ തുടങ്ങിയാണ്. പോകുന്നുണ്ട് കേട്ടോ. പേടിയായാലും
അത്രയ്ക്കും പല്ലുവേദന ഉണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും നായി കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയിൽ അങ്ങനെ പോവാ. പെട്ടെന്ന് പോകുന്നുണ്ട്. ഡോക്ടർ ഉണ്ടോ ചോദിച്ചാ? ഡോക്ടറെ കാണിച്ചല്ലേ? എന്താ പറഞ്ഞു ഡോക്ടർ? റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞു കേട്ടോ ഗൈസ്. ഞാൻ അതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. നമ്മളത് ചോദിക്കാതൊക്കെ വീഡിയോ എടുക്കണത് ശരിയില്ലല്ലോ, തെറ്റല്ലേ? അല്ലേലേ നാട്ടുകാരെ വിറ്റ് ജീവിക്കുക എന്നുള്ളൊരു ലേബൽ എല്ലാവരും പറഞ്ഞു തുടങ്ങിയത് പുറത്തുനിന്ന്. അപ്പോൾ പിന്നെ ഇനി എല്ലാ നാട്ടുകാരും വിൽക്കണ്ടല്ലോ, നമുക്ക് നമ്മളേതായ കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണേനും പറയും നാട്ടുകാരെ വിൽക്കുകയെന്ന്. ഒരിക്കലും നാട്ടുകാരെ വിറ്റിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. മണ്ണൂർ വളവിൽ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് റൂട്ട് കനാൽ ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചിട്ടൊക്കെ വരും, പെട്ടെന്ന് തന്നെ വരും, നേരം വൈകരുത് എന്ന് പറഞ്ഞേന്. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. ഞങ്ങൾ റോട്ടുമുക്കൂടെ വെയിൽ കൊണ്ട് നടന്ന് എവിടെ എത്തി? മീൻ വാങ്ങാൻ വന്നല്ലേ? അപ്പോൾ ഇവരിതൊക്കെ എടുത്തുവെച്ച് പോവാനുള്ള പ്ലാനിലാണ്. എന്തായാലും മീൻ വാങ്ങട്ടെ. മത്തിയുണ്ട്, ചെറിയ മത്തിയാ? കടലൂര് മത്തിയോ? സാധാ മതി. ഞങ്ങൾ സാധാരണ ആൾക്കാരാ, അതിനുണ്ട് അയിലെടുത്തോളി. എനിക്കിപ്പം ഇനി മത്തി മുറിച്ചുണ്ടാക്കാനുള്ള സമയമില്ല, അതുകൊണ്ടാ. 100 റുപ്യക്ക് മതിയേ? ആ, ഇതാണ് ഗൈസ് നമ്മുടെ ആഷിഖ്, പ്രശസ്ത യൂട്യൂബർ. ആഷിഖിന്റെ ചാനലിന്റെ പേര് പറഞ്ഞു കൊടുത്താ? ഫിഷർ ടോക്കർ കേട്ടോ. നല്ല അടിപൊളി മീനിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയണോ ഓന്റെ ചാനൽ. അങ്ങനെ എനിക്ക് ആ പേടിയൊന്നും ഇല്ലടാ. കിട്ടണവർക്ക് നമുക്ക് വരാളെ നമുക്ക് വരും എന്തേ, അത്രേ ഉള്ളൂ. അണക്ക് കിട്ടാനുള്ള കിട്ടിക്കോട്ടേക്ക് യാതൊരു വിഷയം. ഞാൻ അങ്ങനത്തെ മനസ്സുള്ള ഒരാളല്ല. ആഷിഖിന്റെ മനസ്സ് എല്ലാരും കാണാതെയും കേൾക്കാതെയും പോവരുത് ഗൈസ്. നമ്മളോട് ഇതിന് വേണ്ടിയിട്ട് മരിച്ച് പണിയെടുക്കുന്ന ഒരാളാണ്. അത് നയിച്ച് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എന്താവട്ടെ, അതിനുള്ള പ്രോഫിറ്റ് കിട്ടട്ടെ. പക്ഷെ ചിലൊരു അഭിപ്രായം എന്താണ് അറിയടപ്പോ, ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരു അഭിപ്രായം ഉണ്ട്, നാട്ടുകാരെ വിറ്റ് ജീവിക്കാന്ന്. ഞാൻ ഏതെങ്കിലും ഒരു നാട്ടുകാരെ വീഡിയോ എടുക്കണ ഈ കണ്ടു ആശിക്കാൻ? നാട്ടുകാര് ഒരാളുണ്ടെങ്കിൽ, രണ്ട് മനുഷ്യരാണെങ്കിൽ രണ്ടുപേർക്ക് രണ്ട് സ്വഭാവം ഉണ്ടാവുക. സ്വന്തം അമ്മനെ തല്ലിയ രണ്ട് അഭിപ്രായം ഉണ്ടാവില്ല. അമ്മനോട് ചേർന്ന് പോലും ഉച്ചരിക്കാൻ പാടില്ല, എന്നാലും രണ്ട് അഭിപ്രായം ഉണ്ടാവും. അപ്പൊ നാട്ടുകാർക്ക് നോക്കരുത്, കോട്ടയ പുല്ല്. നമ്മളെ പണി. പക്ഷെ ഞാൻ ആഷിക്കിനോട് ചോദിച്ചിട്ട് വരെയാണ് ഇവിടെ വരെ വീഡിയോ എടുക്കല്ലേ ആഷിക്കെ? പിന്നെ അത് മാത്രല്ല, നമ്മള് ഇത് കട്ട് നിന്ന മുതലല്ലോ, അധ്വാനിച്ചിട്ട് നമ്മളെ റിസ്കിൽ എടുക്കുന്നത് ചെയ്യുന്നല്ലേ. പക്ഷെ നമ്മൾ ഈ യൂട്യൂബ് എന്ന് പറയുന്നത് വെറുതെ പൈസ കിട്ടുന്ന ധാരണയിൽ പറയുന്നതാണ് അതൊക്കെ. പക്ഷെ അതല്ലല്ലോ. അതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണ്. വെറുതെ മൊബൈൽ പിടിച്ചിരുന്ന പൈസ കിട്ടുമെന്ന് വിചാരിച്ച് അടുക്കുന്ന ആൾക്കാരാണ്. തീരെ ലോകവിവരം ഇല്ലാത്ത ആളുകൾ പറയുന്നതാണ്. സത്യമാണ്. നമുക്കറിയാം, എനിക്ക് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഒരു ക്യാമറ, ഒരു വീഡിയോ ക്ലാരിറ്റി പോലും ഇല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോ അവിടെ കിടക്കും. നമ്മൾ അധ്വാനിച്ചതിന് ഫലം ഇല്ലാണ്ടായി. സത്യം, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് റിസ്ക് ഉണ്ട്. നയിച്ച് നിന്നത് നിങ്ങൾ. അപ്പൊ ആ നയിച്ച് അധ്വാനിച്ചിട്ട് തന്നെ നിങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഇതിന് വരുമാനം കിട്ടുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, കണ്ണാലെ കാണുന്ന ആളുകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ, നിങ്ങളെ വിജയം. താങ്ക് യു ആഷിക്ക, താങ്ക് യു. ഇക്ക, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? പല ആൾക്കാരും പല അഭിപ്രായം. എനിക്ക് മനുഷ്യന് ബ്രാഹ്മണ പോലെ സ്വഭാവം വ്യത്യസ്തമായി. എല്ലാവരും ഒരേ മാതിരി ആയിക്കോളുന്നില്ല. ഒരമ്മക്കിപ്പോൾ 10 മക്കൾ 10 സ്വഭാവങ്ങളാണ്. അതേപോലെ ചിലപ്പോൾ നമ്മൾ ഈ ചാനലിൽ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരൊക്കെ പല സ്വഭാവങ്ങളാണ്. അത് നോക്കണം, നമ്മളൊന്നും മെയിൻ ചെയ്യാനുണ്ട്. വേറെ പണി ചെയ്യാത്ത ആൾക്കാർ പറയുന്നുണ്ട്. കുറ്റം പറയാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയവരാണ്. അതാണ് കുറ്റം പറയാനായിട്ട് ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കുറ്റം പറയാൻ ഭയങ്കര എന്താ പറയാ, നമ്മള് കഷ്ടപ്പെടുമ്പോ അതിന്റെ ഒരു പ്രതിഫലം ദൈവം എപ്പോഴേലും തരുമ്പോ ഒരു സന്തോഷാണ്. മാസം നമുക്ക് വരുമാനം കിട്ടിയിട്ടൊന്നല്ല, ഒരു 2 മാസമൊക്കെ കൂടുമ്പോ കിട്ടുമ്പോ ഒരു സന്തോഷാ. അതിലുപരി വേറെ സംഗതി കൂടി, നമ്മളെ വാക്കുകള് സംസാരങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ആളുകളുണ്ട്. ഞാനും ചാനലിൽ അതായത് നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് അവരെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ കേട്ടിരിക്കാൻ ഒരാള്. അതാണ് ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയത്. എല്ലാവർക്കും കഴിയില്ല, അത് ഉൾക്കൊള്ളാനുള്ള കഴിവും വേണം, മനസ്സും വേണം. തീർച്ചയായിട്ടും. അതാണ്. അപ്പൊ ഒരു പ്രതീക്ഷയാണ്. ഓൾ ദി ബെസ്റ്റ്.
ഞങ്ങൾ മീൻ വാങ്ങിയിട്ട് ഗൈസ്. അയിലയാണ് വാങ്ങിയത്. അയിലയാണ് ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് മുറിച്ച് കറി വയ്ക്കാൻ പറ്റുള്ളൂ. മത്തിയാകുമ്പോൾ കുറേ സമയം പിടിക്കും. നമുക്ക് 2 മണിക്ക് ലൈവ് വരാനുള്ളതാണ്. അപ്പോൾ നന്ദമോള് സിപ്പപ്പ് വാങ്ങിന് കേട്ടോ അല്ലേ? കാറ് വന്നോട്ടെ. നന്ദമോള് സിപ്പപ്പ് വാങ്ങിന്, ഞാനും വാങ്ങിനൊരു സിപ്പപ്പ്. ഞങ്ങൾക്ക് ഇനി സിപ്പപ്പ് തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കണം. അതൊരു രസമല്ലേ? അതിൽ പ്രായത്തിൻ്റെ വ്യത്യാസമൊന്നുമില്ല, ചെറുത് വലുതൊന്നുമില്ല സിപ്പപ്പ് തിന്നണതിന്. അങ്ങനെ ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പൊരി വെയിലാണ്. വീട്ടിലെത്തിയിട്ട് വേണം ഇതൊന്ന് കറിയാക്കിയിട്ട് നായക്കുട്ടികൾക്ക് ചോറ് കൊടുക്കണം. ഒക്കെ ഉണ്ട്. പല്ലുവേദന, റൂട്ട് കനാൽ ചെയ്യണം. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ ഇനി അതൊന്ന് ആലോചിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാട്ടോ. ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. നടന്നിട്ട് കിതച്ചിട്ട് വയ്യാട്ടോ, ഭയങ്കരമായിട്ട് വെയിലുണ്ടിട്ടേ. ഇനിയിപ്പോൾ ഇതൊന്ന് കറിയൊക്കെ ഉണ്ടാക്കട്ടെ. ചെറിയൊരു കറി വയ്ക്കണം, മുളകും മല്ലിയിട്ടിട്ട്. അപ്പോൾ നന്ദമോൾക്ക് വെയിൽ കൊണ്ട് വന്നപ്പോൾ അധികം ക്ഷീണമായി. ഞാനും തന്നെ ആകെ ക്ഷീണിച്ചിട്ടോ. ഒരു 1/2 മണിക്കൂറിൽ അധികം ഇങ്ങോട്ട് നടക്കാണ്ട് വീട്ടിലേക്ക് എത്തണമെങ്കിൽ. ഓട്ടോയ്ക്കൊക്കെ പോരാ കേട്ടോ, പക്ഷേ ഓട്ടോ ഒന്നും വിളിച്ചില്ല. ഞങ്ങൾ നടന്നതിൻ്റെ ആ ഒരു ഇതാ കാണുന്നത്. ഇപ്പം അങ്ങനെ നടക്കലൊന്നും ഇല്ലല്ലോ. അപ്പം നടന്ന് കുറച്ചും ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ എല്ലാ ഒരു പ്രശ്നങ്ങളും ഇങ്ങനെ കാണാം. പക്ഷെ ഡോക്ടർ പറഞ്ഞിനെ നടക്കാനൊക്കെ ആയിട്ട് എന്നും രാവിലെ പോയി നടക്കണം എന്ന് പറഞ്ഞതാ. പക്ഷെ നടക്കാൻ പോകാൻ കഴിയില്ല. അനീഷേട്ടൻ രാവിലെ അവിടുന്ന് 5:45, 5:30 ആകുമ്പോഴേക്ക് പോവും. അപ്പോൾ പിന്നെ 5 മണിക്ക് എണീച്ചിട്ട് അടുക്കള പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്ക് പിന്നെ നടക്കാൻ പോകാനുള്ള സമയമില്ല. എന്തായാലും നടക്കാൻ പോകണം. ശരീരത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ കൊളസ്ട്രോൾ ഉണ്ട് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കുറയണമെങ്കിലൊന്ന് നടക്കുകയൊക്കെ വേണമെന്ന് പറഞ്ഞിന്. എന്തായാലും ഒന്ന് നടക്കണം. അന്നേ പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ ജോലി മാത്രം ചെയ്തിട്ട് കാര്യമില്ല, നടക്കണം എന്ന്. എന്തായാലും ഒന്ന് നടക്കാൻ പോകണം. രാവിലെ നടന്നിട്ടില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും ഒന്ന് നടക്കാൻ പോകണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ കറിയൊക്കെ വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്, നന്ദമോള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴൊരു വീഡിയോ ആണ്. വീഡിയോ എടുത്തതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബൈ, സീ യു.